1347 വർഷം. യൂറോപ്പിലെ ഒട്ടുമിക്ക തെരുവുകളിലും പല വീടുകളുടെയും വാതിലുകൾ പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുന്നു. അകത്തുനിന്നും ഒരുപാട് ആളുകൾ അതൊന്ന് തുറന്നു തരാൻ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. എന്നാൽ അവരുടെ മരണം ഉറപ്പാകുന്നതുവരെ ആ വാതിലുകൾ തുറക്കപ്പെട്ടില്ല. 1351 വരെ നീണ്ട ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെട്ട പ്ലേഗ് മഹാമാരിയിൽ ആ 4 വർഷങ്ങളിലായി മാത്രം മരണപ്പെട്ടത് എത്ര പേരാണെന്നതിന് കൃത്യമായ കണക്കുകളില്ല. എങ്കിലും യൂറോപ്പിലെ ജനസംഖ്യയുടെ ഏകദേശം 35% ഇല്ലാതാക്കിയാണ് അന്ന് ആ മഹാമാരി കെട്ടടങ്ങിയത്. ഇനി ഇത് വർഷം 1665 ലണ്ടൻ. ആളുകളുടെ വേഷത്തിൽ കാലത്തിൻ്റെതായ മാറ്റങ്ങൾ വന്നു എന്നൊഴികെ കാഴ്ചകൾക്ക് വ്യത്യാസമില്ല. വീടുകളുടെ വാതിലുകൾ പുറത്തുനിന്നും പൂട്ടിയിട്ടിരിക്കുന്നു. അകത്ത് രോഗമുള്ളവരും ഇല്ലാത്തവരും തങ്ങളെ തുറന്നുവിടാൻ നിലവിളിക്കുന്നു. പക്ഷേ പുറത്തുനിന്ന കാവൽക്കാർക്ക് കേട്ട ഭാവമില്ല. അവരുടെ മുമ്പിലൂടെ മൃതദേഹങ്ങൾ കൊണ്ട് പല ഉന്തുവണ്ടികളും കടന്നുപോയി. പല സെമിത്തേരികളും നിറഞ്ഞിരുന്നതിനാൽ കൃഷിസ്ഥലങ്ങളിലും മറ്റും വലിയ കുഴികളെടുത്ത് ആളുകളെ ഒന്നിച്ചു മൂടി. ഏകദേശം 1.5 വർഷം കൊണ്ട് ദി ഗ്രേറ്റ് പ്ലേഗ് എന്നറിയപ്പെട്ട ആ മഹാമാരി അന്നത്തെ ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം 68,596 ജീവനുകളെയാണ് കൊണ്ടുപോയത്. പക്ഷേ യഥാർത്ഥ കണക്ക് 100,000 വരെ പോകുമെന്നാണ് പല ചരിത്രകാരന്മാരും പറയുന്നത്. ഏകദേശം 300 വർഷം വ്യത്യാസത്തിൽ മനുഷ്യ ചരിത്രത്തെ പിടിച്ചുകുലുക്കിയ ഈ 2 സംഭവങ്ങളിലും മനുഷ്യൻ നേരിടേണ്ടി വന്നത് ഒരേ ശത്രുവിനെയായിരുന്നു. പക്ഷേ പ്ലേഗ് എന്ന ആ ശത്രു എവിടെ നിന്ന് വരുന്നുവെന്നോ അതിനെ എങ്ങനെ കീഴ്പ്പെടുത്താമെന്നോ അറിയാതെ മനുഷ്യൻ വിറങ്ങലിച്ചു നിന്നു. അക്കാലത്ത് പ്ലേഗ് ബാധിച്ച രോഗികളെ ചികിത്സിക്കാൻ പോയിരുന്ന ഡോക്ടർമാരുടെ വേഷമാണ് ഈ കാണുന്നത്. ദുഷിച്ച വായുവാണ് പ്ലേഗിന് കാരണം എന്ന് കരുതപ്പെട്ട അന്നത്തെ കാലത്ത് പക്ഷികളുടെ കൊക്ക് പോലെ നീണ്ടു നിൽക്കുന്ന പലതരം സുഗന്ധവ്യഞ്ജനങ്ങൾ നിറച്ച ആ മാസ്ക് വെച്ചാൽ പ്ലേഗ് വരാതെ രക്ഷപ്പെടാമെന്നായിരുന്നു ധാരണ. പിന്നീടുള്ള കാലങ്ങളിൽ പല കണ്ടെത്തലുകളും നടത്തിയെങ്കിലും പല രോഗങ്ങളുടെ മുമ്പിൽ മനുഷ്യന് മുട്ടുമടക്കേണ്ടി വന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു രോഗമായിരുന്നു സ്മോൾ പോക്സ് അഥവാ വസൂരി. ശക്തമായ പനിയും ക്ഷീണവും ശരീരവേദനയും ഒപ്പം ശരീരമാസകലം പഴുപ്പ് നിറഞ്ഞ കുമിളകൾ കൂടി വരുന്നതോടെ രോഗിയുടെ അവസ്ഥ അതിദയനീയമാവും. ഈ രോഗം ബാധിച്ചവരിൽ 30% പേരും മരണപ്പെടുകയാണ് പതിവ്. കൃത്യമായ ചികിത്സയോ എന്താണ് കാരണമെന്നോ അറിയാതിരുന്ന ഈ രോഗമാണ് ഇന്ന് വാക്സിനേഷൻ എന്ന കണ്ടുപിടുത്തത്തിലേക്ക് മനുഷ്യനെ നയിച്ചത്. തൻ്റെ 14-ാം വയസ്സിൽ ഡാനിയൽ ലുഡ്ലോവ് എന്ന സർജന്റെ കീഴിൽ അപ്രന്റീസായി ചേരുകയും 7 വർഷത്തോളം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്ത എഡ്വേർഡ് ജെന്നർ എന്ന ഫിസിഷ്യൻ ലണ്ടനിലും തൻ്റെ പഠനങ്ങൾ തുടർന്നു. അവിടെ നിന്നാണ് തൻ്റെ ജന്മനാടുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹം ബെർക്ക്ലി എന്ന തൻ്റെ ഗ്രാമത്തിലേക്ക് ഒരു കൺട്രി ഫിസിഷ്യനായി തിരിച്ചെത്തുന്നത്. തൻ്റെ ഗ്രാമപ്രദേശത്തെ സാധാരണക്കാരുടെ ജീവിതവും അവർക്കുണ്ടായ രോഗങ്ങളെയും എല്ലാം അദ്ദേഹം വളരെ അടുത്തു നിന്ന് തന്നെ വീക്ഷിക്കുകയും ചികിത്സിക്കുകയും ചെയ്തു. അവിടുത്തെ നാട്ടുകാർക്കിടയിലും ഒരു പേടിസ്വപ്നമായിരുന്നു വസൂരി. അതിനിടയിലാണ് അവർക്കിടയിൽ നിലനിന്നിരുന്ന ഒരു വിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹം കേൾക്കുന്നത്. അതായത് ആ നാട്ടിലെ ക്ഷീര കർഷകർക്കിടയിൽ സാധാരണമായിരുന്ന താരതമ്യേന തീവ്രത കുറഞ്ഞ ഒരു രോഗമായിരുന്നു ഗോവസൂരി അഥവാ കൗപോക്സ്. ഈ ഗോവസൂരി വന്നു പോയവർക്ക് ആർക്കും തന്നെ പിന്നീട് വസൂരി പിടിപെടില്ല എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഈ വിശ്വാസത്തെ പെട്ടെന്നങ്ങ് തള്ളിക്കളയാതെ അതിൽ എന്തെങ്കിലും ശാസ്ത്രീയ വശമുണ്ടോ എന്നായി ജെന്നറിന്റെ സംശയം. ഗോവസൂരി പിടിപെട്ട ആളുകൾക്കിടയിലും വസൂരിയുമായി ബന്ധപ്പെട്ടു അദ്ദേഹം വർഷങ്ങളോളം പഠനങ്ങൾ നടത്തി. അതിൽ നിന്നും ഗോവസൂരി പിടിപെട്ടവർക്ക് പിന്നീട് വസൂരി വരുന്നില്ല എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. പക്ഷേ ഈ നിരീക്ഷണ ഫലം മാത്രം മതിയായിരുന്നില്ല ഇത് പ്രൂവ് ചെയ്യാൻ. ഇവിടെയാണ് നിർണായകമായ ഒരു പരീക്ഷണത്തിന് അദ്ദേഹം ഒരുങ്ങുന്നത്. 1796 മെയ് 14-ാം തീയതി സാറ നെൽമസ് എന്ന ഗോവസൂരി പിടിപെട്ട ഒരു സ്ത്രീയുടെ കയ്യിലുണ്ടായ മുറിവിൽ നിന്നും ജെന്നർ കുറച്ച് സാമ്പിളുകൾ സ്വീകരിച്ചു. ഈ സാമ്പിൾ അദ്ദേഹം 8 വയസ്സുള്ള ജെയിംസ് ഫിപ്സ് എന്ന ബാലനെ പരീക്ഷിച്ചു. ഈ കുട്ടിക്ക് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായെങ്കിലും വൈകാതെ തന്നെ സാധാരണ ഗോവസൂരി വന്നു പോകുന്നത് പോലെ അത് സുഖപ്പെട്ടു. ഇനിയായിരുന്നു പ്രധാന പരീക്ഷണം. കുട്ടിക്ക് കൊടുത്ത വാക്സിൻ ഫലിച്ചോ എന്നറിയണമല്ലോ. അതിനായി അദ്ദേഹം വസൂരിയുള്ള ഒരാളുടെ മുറിവിൽ നിന്നും എടുത്ത സാമ്പിൾ ഇതേ കുട്ടിയുടെ കയ്യിൽ തന്നെ വീണ്ടും പരീക്ഷിച്ചു. പക്ഷേ കുട്ടിക്ക് അത്ഭുതമെന്ന് പറയട്ടെ, വസൂരിയുടെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല. 2 വർഷത്തിന് ശേഷം 1798 ജെന്നർ തന്റെ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഉൾപ്പെടുത്തി ആൻ ഇൻക്വയറി ഇൻ ടു ദി കോസ് ആൻഡ് ഇഫക്റ്റ് ഓഫ് ദി വാരിയോളെ വാക്സിൻ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഈ പഠനങ്ങൾക്ക് വളരെ പെട്ടെന്ന് പ്രചാരം ലഭിച്ചതോടെ വാക്സിനേഷൻ നടപ്പാക്കാനുള്ള നടപടികൾ പലയിടങ്ങളിലും ആരംഭിച്ചു തുടങ്ങി.
പക്ഷേ ജെന്നറിന്റെ പഠനങ്ങൾക്ക് പലയിടത്തു നിന്നും എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പലരും അദ്ദേഹം നിരത്തിയ തെളിവുകളെ ചോദ്യം ചെയ്തു. ഒന്നാലോചിച്ചാൽ ഇന്നത്തെ കാലത്താണെങ്കിൽ വാക്സിൻ വികസിപ്പിച്ച് അതിന് ഹ്യൂമൻ ട്രയൽസ് നടത്തണമെങ്കിൽ ജെന്നർ ചെയ്ത രീതികളൊന്നും മതിയാവില്ല. മാത്രമല്ല, രോഗമില്ലാത്തൊരു കുട്ടിയുടെ ശരീരത്തിൽ ഒരു മാരക രോഗം ആ കുട്ടിയുടെ പൂർണ്ണമായ തിരിച്ചറിവോടെയോ സമ്മതമോ ഇല്ലാതെ കുത്തിവയ്ക്കുക എന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാവുമായിരുന്നു. പക്ഷേ അന്ന് ജെന്നറിനെതിരെയുള്ള പ്രധാന എതിർപ്പുകൾക്ക് കാരണം ഇതൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന് മുമ്പേ സ്മോൾ പോക്സിനെതിരെ വാരിയോളേഷൻ എന്ന രീതി ഉപയോഗിച്ച് പലരും വരുമാനം നേടിയിരുന്നു. അതായത് സ്മോൾ പോക്സ് ബാധിച്ച് അതിനെ അതിജീവിച്ചവർക്ക് വീണ്ടും അത് വരില്ല എന്നുള്ള കാര്യം പണ്ടേ അറിവുള്ളതായിരുന്നു. അതിനാൽ പുരാതന കാലം മുതലേ ചൈനയിലും ഇന്ത്യയിലും അങ്ങനെ പലയിടങ്ങളിലും സ്മോൾ പോക്സ് വന്നവരുടെ ശരീരത്തിലെ സ്രവങ്ങളോ ഉണങ്ങിയ പസ്റ്റ്യൂൾസോ ഒരു വാക്സിൻ പോലെ ഉപയോഗിച്ചിരുന്നതായി ചരിത്ര രേഖകളുണ്ട്. ഇത് കുറെയൊക്കെ ഫലപ്രദമായിരുന്നു, എങ്കിലും പലർക്കും ജീവൻ വരെ നഷ്ടമായിരുന്നു. ഈ രീതി പ്രാക്ടീസ് ചെയ്തിരുന്നവർക്ക് ഒരു വെല്ലുവിളിയായിരുന്നു സുരക്ഷിതമായ കൗപോക്സ് ഉപയോഗിച്ചുള്ള ജെന്നറിന്റെ വാക്സിനേഷൻ. ഇതുകൂടാതെ ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഇടപെടുന്നു എന്നുള്ള വിമർശനം അന്നത്തെ വിശ്വാസങ്ങളുടെ പേരിലും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. രോഗവും ആരോഗ്യവും ദൈവം തരുന്നതാണെങ്കിൽ അതിനെ തടയാൻ ശ്രമിക്കുന്നത് ദൈവത്തിന്റെ തീരുമാനത്തിലെ ഇടപെടലല്ലേ എന്ന് അവർ ചോദിച്ചു. ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ ശരീരത്തിലേക്ക് പശുവിൽ നിന്നുള്ള ഒരു രോഗവസ്തു കുത്തിവെക്കുന്നത് കാലങ്ങളായി എഴുതപ്പെട്ട പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഒരു കൂട്ടർ വാദിച്ചു. ഇത്തരത്തിൽ വാക്സിൻ സ്വീകരിച്ചവർ പശുവിനെ പോലെ രൂപം മാറുമെന്ന് പോലും പല കാർട്ടൂണുകളും കാരിക്കേച്ചറുകളും അക്കാലത്ത് പത്രങ്ങളിലും പല മാസികകളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ പല എതിർപ്പുകൾ ഉണ്ടായി വന്നെങ്കിലും ജെന്നറിന്റെ വാക്സിനേഷൻ സ്വീകരിക്കാൻ ഒരുപാട് ആളുകൾ തയ്യാറായി. 1803 മുതൽ 1806 വരെ നടന്ന ഒരു സ്പാനിഷ് റോയൽ വാക്സിനേഷൻ മിഷൻ ആയിരുന്നു ഇതിൽ പ്രധാനം. സ്പാനിഷ് റോയൽ ഫിലാന്ത്രോപിക് വാക്സിൻ എക്സ്പെഡീഷൻ എന്ന ചരിത്രപ്രസിദ്ധമായ ഈ യാത്ര നയിച്ചത് ഫ്രാൻസിസ്കോ ഹവിയർ ബാൾമിസ് എന്നയാളായിരുന്നു. സ്പാനിഷ് ചക്രവർത്തിയുടെ കീഴിലുള്ള അമേരിക്കയിലെയും ഏഷ്യയിലെയും പ്രദേശങ്ങളിലേക്ക് സ്മോൾ പോക്സ് വാക്സിൻ എത്തിച്ചു നൽകുക എന്നതായിരുന്നു അതിന്റെ ലക്ഷ്യം. പക്ഷേ ഇവർ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി വാക്സിൻ സൂക്ഷിക്കാൻ അന്ന് റെഫ്രിജറേറ്ററോ ഫ്രീസറോ അതിനു പറ്റിയ കണ്ടെയ്നറുകളോ ഇല്ല എന്നുള്ളതായിരുന്നു. അതായത് ഗോവസൂര്യയുടെ അണുക്കളെ ജീവനോടെ നിലനിർത്തിയാൽ മാത്രമേ യാത്ര കഴിഞ്ഞ് മറ്റൊരു രാജ്യത്തുള്ള ആൾക്ക് അതിനെ വിജയകരമായി ഒരു വാക്സിനായി കൊടുക്കാൻ പറ്റൂ എന്നതായിരുന്നു ഈ പ്രശ്നം. ഇതിനായി ഒരൊറ്റ മാർഗമേ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ കപ്പൽ യാത്രയിൽ അനാഥരായ 22 കുട്ടികളെ അവർ കൂടെ കൂട്ടി. അതിൽ ഒന്നാമത്തെ കുട്ടിയെ യാത്രയ്ക്ക് മുമ്പ് ഗോവസൂര്യയുടെ വാക്സിനേഷൻ അഥവാ അണുക്കളെ നൽകി. കപ്പൽ യാത്ര ആരംഭിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ കുട്ടിക്ക് രോഗം വരുമല്ലോ. ആ കുട്ടിയുടെ സ്കിന്നിലെ മുറിവുകളിൽ നിന്നുള്ള സാമ്പിൾ ശേഖരിച്ച് രോഗമില്ലാത്ത അടുത്ത കുട്ടിയിലേക്ക് അത് കുത്തിവെച്ചു. അങ്ങനെ രണ്ടാമത്തെ കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ ആ കുട്ടിയിൽ നിന്നും അടുത്ത കുട്ടിയിലേക്കും ഇത്തരത്തിൽ വാക്സിൻ കൈമാറി. ഇത്തരത്തിൽ യാത്രയുടെ അവസാനം ഏത് രാജ്യത്താണോ എത്തിയത് അവിടെ വെച്ച് ഗോവസൂരി പിടിപെട്ടിരിക്കുന്ന കുട്ടികളിൽ നിന്നും അവിടുത്തെ ആളുകളിലേക്ക് വാക്സിൻ കൈമാറി. ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഈ രീതി പക്ഷേ പല ഭൂഖണ്ഡങ്ങളിൽ ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിച്ചു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ വലിയൊരു സത്യമുണ്ട്. എഡ്വേർഡ് ജെന്നറിനോ സ്മോൾ പോക്സിനെതിരെയുള്ള വാക്സിനേഷനോ ആയി മുന്നോട്ട് പോയവർക്കോ മനുഷ്യ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നോ രോഗത്തിന് കാരണം എന്താണെന്നോ വാക്സിൻ സ്വീകരിച്ചവർക്ക് അവരുടെ ശരീരത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്നോ യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അതായത് വേരിയോള വൈറസ് ആണ് വസൂരിക്ക് കാരണമാകുന്നത് എന്നും ഗോവസൂരിക്ക് കാരണമായ കൗപോക്സ് വൈറസ് വേരിയോള വൈറസിന്റെ അതേ കുടുംബത്തിൽപ്പെട്ടതാണെന്നും അവയിലുള്ള പ്രോട്ടീനുകൾ തമ്മിലുള്ള സാമ്യമാണ് വാക്സിനേഷൻ എടുത്തവർക്ക് വസൂരിക്കെതിരെ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ കാരണമായതെന്നും അത് ചെയ്തവർക്ക് അറിയില്ലായിരുന്നു. വസൂരി എന്ന രോഗം മാത്രമല്ല, ലോകത്ത് അന്നേ വരെ ഉണ്ടായ ഒരു രോഗത്തിനും സൂക്ഷ്മജീവികളായ ബാക്ടീരിയകളോ വൈറസോ ഫംഗസുകളോ ആണ് കാരണക്കാരെന്ന് ആർക്കും അന്നറിയില്ലായിരുന്നു. 1861 ലൂയിസ് പാസ്റ്റർ അവതരിപ്പിച്ച ജെം തിയറിയിലൂടെയാണ് സൂക്ഷ്മജീവികളെ കുറിച്ച് ആളുകൾ അറിയുന്നതും അതാണ് രോഗങ്ങൾക്ക് കാരണമാകുന്നതെന്ന് ആളുകൾ മനസ്സിലാക്കുന്നതും. അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ മെഡിക്കൽ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടത്തിന് തന്നെ കാരണമായി. എന്നാൽ അതിനും 20 വർഷത്തിന് ശേഷമാണ് കന്നുകാലികളെയും പക്ഷികളെയും എല്ലാം ബാധിക്കുന്ന അവയിൽ നിന്നും മനുഷ്യനിലേക്കും പകരുന്ന ഒരു മാരക രോഗമായ ആന്ത്രാക്സിനെതിരെ ഒരു വാക്സിൻ 1881 പാസ്റ്റർ കണ്ടെത്തുന്നത്. ഇതിന്റെ കണ്ടെത്തൽ തികച്ചും യാദൃശ്ചികമായിരുന്നു. അതായത് കോഴികളെ ബാധിക്കുന്ന ഒരു തരം കോളറയിലുള്ള പഠനങ്ങൾക്കായി അദ്ദേഹം കുറച്ച് ബാക്ടീരിയ കൾച്ചറുകൾ നിർമ്മിച്ചിരുന്നു. ഒരു യാത്രയ്ക്ക് പോയി തിരിച്ചെത്തിയ അദ്ദേഹം ദിവസങ്ങൾ പഴക്കമുള്ള ആ ബാക്ടീരിയ കൾച്ചറിൽ നിന്നും സാമ്പിളുകൾ എടുത്ത് കോഴികളിൽ പരീക്ഷിച്ചു. പക്ഷേ
കോഴിക്ക് ഒന്നിനു പോലും കോളറ ഉണ്ടായില്ല. അതുമാത്രമല്ല, അവയിൽ യഥാർത്ഥ കോളറ നേരിടാനുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടായി വരികയും ചെയ്തു. ജീവനുള്ള ഒരു ശരീരത്തിന് പുറത്ത് ബാക്ടീരിയ കൂടുതൽ കാലം ഇരിക്കുമ്പോൾ രോഗമുണ്ടാക്കാനുള്ള അവയുടെ ശേഷി നഷ്ടപ്പെടും എന്ന് അദ്ദേഹത്തിന് തോന്നി. ഈ തോന്നലിൽ നിന്നാണ് ആന്ത്രാക്സിന് കാരണമായ ബാക്ടീരിയകളെ നിർവീര്യമാക്കാനുള്ള അല്ലെങ്കിൽ അവയുടെ ശക്തി കുറയ്ക്കാനുള്ള പഠനങ്ങൾ അദ്ദേഹം ആരംഭിച്ചത്. 2 വർഷം നീണ്ട തന്റെ പഠനങ്ങളിൽ നിന്നും 42 മുതൽ 43 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ അതിനെ വളർത്തിയാൽ ആന്ത്രാക്സിന് കാരണമാകുന്ന ബാസിലസ് ആന്ത്രാസിസ് എന്ന ബാക്ടീരിയയുടെ ആ രോഗമുണ്ടാക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുമെന്ന് അദ്ദേഹം കണ്ടെത്തി. ഇത്തരത്തിൽ അറ്റന്യുവേറ്റ് ചെയ്ത, അതായത് ശക്തി കുറച്ച ബാക്ടീരിയകളെ പല മൃഗങ്ങളിലും കുത്തിവെച്ച് അവയ്ക്ക് പിന്നീട് ഒരിക്കലും ആന്ത്രാക്സ് ബാധിക്കുന്നില്ല എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. ആധുനിക ലോകത്ത് ലബോറട്ടറിയിൽ കൃത്യമായ നിരീക്ഷണങ്ങൾക്കും പഠനങ്ങൾക്ക് ശേഷം വികസിപ്പിച്ചെടുത്ത വളരെ ഇമ്പാക്റ്റ്ഫുള്ളായ ആദ്യത്തെ വാക്സിനായിരുന്നു ഇത്. പാസ്ചറിന്റെ ഈ കണ്ടെത്തലുകൾ ശാസ്ത്രലോകത്തിന്റെ കയ്യടികൾ ഏറ്റുവാങ്ങിയെങ്കിലും ആ ആശയം പാസ്ചറിൽ നിന്നാണ് പൂർണ്ണമായും തുടങ്ങിയത് എന്ന് പറയുന്നത് ശരിയല്ല. ജീൻ ജോസഫ് ഹെൻറി ടൂസെയിന്റ് എന്ന വൈദ്യശാസ്ത്രജ്ഞൻ 1880 തന്നെ ആന്ത്രാക്സ് വാക്സിനേഷൻ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. പാസ്ചർ ആന്ത്രാക്സ് വാക്സിൻ നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ ടൂസെയിന്റ് ബാസിലസ് ആന്ത്രാസിസ് ബാക്ടീരിയ അടങ്ങിയ രക്തം കാർബോളിക് ആസിഡ്, അതായത് നമ്മുടെ ഫീനോൾ ഉപയോഗിച്ച് നിർവീര്യമാക്കി, അതായത് കെമിക്കൽ അറ്റന്യുവേഷൻ നടത്തി വിജയകരമായി ഈ വാക്സിൻ വികസിപ്പിച്ചെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ ഈ പരീക്ഷണങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പാസ്ചർ തന്റെ പരീക്ഷണങ്ങൾ നടത്തിയതെന്നും പിന്നീട് തർക്കമുണ്ട്. എന്തായാലും വാക്സിനുമായി ബന്ധപ്പെട്ട പല പഠനങ്ങളും പല മേഖലയിലും തുടർന്നു പോന്നു. 1885 പേവിഷബാധക്കെതിരായ വാക്സിൻ, അതും ഒരു വൈറസിനെതിരായ വാക്സിൻ അദ്ദേഹം കണ്ടെത്തി. ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ മരണം ഉറപ്പ് എന്ന് വിധിക്കപ്പെട്ടിരുന്ന ഓരോ രോഗികൾക്കും ഒരു പുനർജന്മമായിരുന്നു ലോകം മുഴുവൻ ഏറ്റെടുത്ത ഈ വാക്സിന്റെ കണ്ടുപിടുത്തം. പിന്നീട് ഡിഫ്തീരിയ, ടെറ്റനസ് എന്നിവയ്ക്കുള്ള ആന്റിടോക്സുകളും പ്ലേഗ്, ക്ഷയം തുടങ്ങിയവയ്ക്കെതിരെയുള്ള വാക്സിനുകളും പലയിടത്തും വികസിപ്പിച്ചെടുത്തു. 1955 ജോനാസ് സാൽക്ക് പോളിയോ വാക്സിനും അതിനുശേഷം ആൽബർട്ട് സാബിൻ തുള്ളിമരുന്നായി നൽകാവുന്ന ഓറൽ പോളിയോ വാക്സിന് കണ്ടെത്തിയതോടെ അന്നുവരെ സാധാരണമായിരുന്ന പല മാരക രോഗങ്ങളും നിയന്ത്രണത്തിലായി. ഇന്ത്യയിൽ പോളിയോ വാക്സിൻ എത്തുന്നത് 1970-ലാണ്. കുനൂർ പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്വതന്ത്രമായി നിർമ്മിച്ച വാക്സിൻ ആണ് അന്ന് ഇവിടെ പുറത്തിറക്കിയത്. 70കളിലും 80കളിലും ഓരോ വർഷവും 2 മുതൽ 4 ലക്ഷം വരെ പോളിയോ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ 2011 മുതൽ ഇങ്ങോട്ട് ഇന്ന് വരെ ഇന്ത്യയിൽ ഒരൊറ്റ പോളിയോ കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിന് കാരണം വളരെ സിസ്റ്റമാറ്റിക് ആയി നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടക്കുന്ന പൾസ് പോളിയോ വാക്സിനേഷൻ പ്രോഗ്രാമാണ്. എന്തായാലും കാലം ചെല്ലുന്തോറും വാക്സിനുകളുടെ നിർമ്മാണത്തിലും സുരക്ഷിതത്വത്തിലുമെല്ലാം പുരോഗതി ഉണ്ടായി. ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിൽ പല രീതിയിൽ പ്രവർത്തിക്കുന്ന പലതരം വാക്സിനുകൾ വികസിക്കപ്പെട്ടു. ലൈവ് അറ്റന്യുവേറ്റഡ് വാക്സിനുകൾ പ്രവർത്തിക്കുന്നത് പാസ്ചർ ചെയ്തതുപോലെ വീര്യം കുറഞ്ഞ അല്ലെങ്കിൽ ശക്തി കുറഞ്ഞ രോഗാണുക്കൾ ഉപയോഗിച്ചാണ്. ചുരുക്കത്തിൽ ശത്രു സൈന്യത്തിലെ ഒരു ഏറ്റവും ശക്തി കുറഞ്ഞ ക്ഷീണിച്ച ഒരു പടയാളിയോട് പൊരുതി നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം എതിരാളികളുടെ സൈന്യത്തെ നേരിടാൻ പഠിക്കുന്നു. ഇനാക്ടിവേറ്റഡ് വാക്സിനുകളാവട്ടെ ജീവനില്ലാത്ത രോഗാണുക്കളെ ഉപയോഗിച്ച് പ്രതിരോധം തീർക്കാൻ ശരീരത്തെ സജ്ജമാക്കുന്നു. അതായത് ശത്രു സൈന്യത്തിൽ കൊല്ലപ്പെട്ട പടയാളികളുടെ പടച്ചട്ടയെ പറ്റിയും ആയുധങ്ങളെ പറ്റിയും എല്ലാം പഠിച്ച് അവരെ എങ്ങനെ കീഴ്പ്പെടുത്താമെന്ന് ഇമ്മ്യൂൺ സിസ്റ്റത്തെ പഠിപ്പിക്കുന്നു. കൊറോണ വൈറസിനെതിരെ നമ്മുടെ നാട്ടിൽ തന്നെ വികസിപ്പിച്ച കോവാക്സിൻ ഒരു ഇനാക്ടിവേറ്റഡ് വാക്സിൻ ആയിരുന്നു. ഇനി സബ് യൂണിറ്റ് വാക്സിനുകളാവട്ടെ രോഗാണുവിന്റെ ഏതെങ്കിലും ഒരു ശരീരഭാഗം മാത്രമാണ് ഉൾക്കൊള്ളുന്നത്. അതായത് നമ്മുടെ പ്രതിരോധ സംവിധാനം ആ രോഗകാരിയെ മനസ്സിലാക്കുന്നത് വാക്സിനിലൂടെ നമ്മുടെ ശരീരത്തിലെത്തിയ രോഗാണുവിന്റെ ഹാർംഫുൾ അല്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗത്തെ മാത്രം പഠിച്ചിട്ടായിരിക്കും. ഇനി മുറിവുകളിൽ നിന്നുണ്ടാകുന്ന ടെറ്റനസ് പോലുള്ള രോഗങ്ങൾക്ക് ടോക്സോയിഡ് വാക്സിനുകളാണ് ഉപയോഗിക്കുക. അതായത് ബാക്ടീരിയയുടെ അല്ലെങ്കിൽ വൈറസിന്റെ ആയുധമായ ടോക്സിനുകളുടെ ശക്തിയില്ലാത്ത രൂപമാണ് ഇതിലുള്ളത്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ശത്രുവിന്റെ ആയുധത്തെ മുൻകൂട്ടി പഠിച്ച് ശത്രുവിനെ പോരാടാൻ ഇങ്ങനെ സജ്ജമാകുന്നു. ദോഷമില്ലാത്ത ഒരു വൈറസിന്റെ പ്രോട്ടീൻ കോട്ടിനുള്ളിൽ യഥാർത്ഥ വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയലിലെ ചില ഭാഗങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്തതാണ് വൈറൽ വെക്ടർ വാക്സിൻ നിർമ്മിക്കുന്നത്. വൈറസിന്റെ ശരീരത്തിലെ ചില പ്രോട്ടീനുകൾ മാത്രം ഉണ്ടാക്കാനുള്ള ഡാറ്റ അടങ്ങിയ ജീനുകൾ ഈ ജനറ്റിക് മെറ്റീരിയലിലുണ്ട്. അതുപയോഗിച്ച് നമ്മുടെ ശരീരകോശങ്ങൾ യഥാർത്ഥ വൈറസിന്റെ ശരീരത്തിലുള്ള ചില പ്രോട്ടീനുകളെ നിർമ്മിക്കുകയും ആ പ്രോട്ടീനുകൾക്കെതിരെ പൊരുതി യഥാർത്ഥ വൈറസിനെതിരെ ഇമ്മ്യൂൺ ആവുകയും ചെയ്യുന്നു. കോവിഡിനെതിരെ നമ്മുടെ നാട്ടിൽ നൽകപ്പെട്ട കോവിഷീൽഡ് ഇതിനൊരു ഉദാഹരണമാണ്.
mRNA വാക്സിനുകളും ഏതാണ്ട് ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ mRNA നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടാൻ ഉപയോഗിക്കുന്നത് ഒരു ലിപ്പിഡ് കോട്ടിംഗ് ചെയ്തിട്ടാണെന്ന് മാത്രം. ഈ ജനറ്റിക് മെറ്റീരിയലിൽ അടങ്ങിയിരിക്കുന്ന ശത്രുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ശരീരം ശത്രുവിന്റെ ചില ഭാഗങ്ങൾ സ്വയം ഉണ്ടാക്കുകയും അങ്ങനെ അതിനെതിരെ ഇമ്മ്യൂണിറ്റി രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതുകൂടാതെ റീകോമ്പിനന്റ് DNA ടെക്നോളജി ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനുകൾ പോലുള്ള വാക്സിനുകളും ഇന്ന് നിലവിലുണ്ട്. വൈറസോ ബാക്ടീരിയോ എന്താണെന്ന് അറിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ രൂപപ്പെട്ട വാക്സിൻ ടെക്നോളജി ഇന്ന് എത്തി നിൽക്കുന്നത് മോളിക്കുലാർ ലെവലിൽ വളരെ സൂക്ഷ്മമായി പഠനങ്ങൾ നടത്താൻ കഴിയുന്ന വളരെ അഡ്വാൻസ്ഡ് ആയ ഒരു കാലഘട്ടത്തിലാണ്. എങ്കിലും ഇന്നേ വരെ നിർമ്മിക്കപ്പെട്ട ഒരു വാക്സിനും വിമർശനം അറിയിക്കുന്നില്ല എന്ന് ഇതുകൊണ്ട് അർത്ഥമില്ല. കോവിഡ് കാലത്ത് ഡെവലപ്പ് ചെയ്ത ചില വാക്സിനുകൾ മൂലം അപൂർവം ചിലരിൽ രക്തം കട്ടപിടിക്കുകയും അതുമൂലം ജീവൻ നഷ്ടമാകുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിരുന്നു. ക്ലിനിക്കൽ ട്രയലുകളുടെ റിസൾട്ടുകളും പൂർണ്ണമായ വിവരങ്ങളും പുറത്തു വരുന്നതിന് മുമ്പ് ജനങ്ങളിലേക്ക് ഈ വാക്സിനുകൾ എത്തിക്കാൻ ശ്രമിച്ചത് ഒരു എടുത്തുചാട്ടമായിരുന്നു എന്ന വിമർശനം അന്ന് വലിയ രീതിയിലുണ്ടായിരുന്നു. ഒരു വാക്സിൻ സ്വീകരിക്കുന്ന വ്യക്തിക്ക് ആ വാക്സിന്റെ ശാസ്ത്രീയമായ പ്രവർത്തനത്തെക്കുറിച്ചും അത് നിർമ്മിക്കുന്ന രീതിയെക്കുറിച്ചും അതുകൊണ്ടുണ്ടാവുന്ന പാർശ്വഫലങ്ങളെക്കുറിച്ചുമെല്ലാം പൂർണ്ണമായും അറിയാനുള്ള അവകാശമുണ്ട്. ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ടാകണം സുതാര്യമായ ഒരു വാക്സിനേഷൻ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. മനുഷ്യന് ഹാനികരമായ രീതിയിലല്ല വാക്സിനുകൾ വികസിപ്പിക്കുന്നത് എന്നും അത് വികസിപ്പിച്ചെടുക്കുന്ന വൻകിട ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും കൊള്ളലാഭം കൊയ്യുന്നില്ലെന്നും ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ രാജ്യത്ത് നമ്മളിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികളാണ്. കേവലം വിശ്വാസങ്ങളുടെയോ തെറ്റിദ്ധാരണകളുടെയോ പേരിൽ മാത്രം വാക്സിൻ വേണ്ട എന്ന് വെക്കുന്നവർക്ക് അതിന്റെ ആവശ്യകത മനസ്സിലാക്കി കൊടുക്കേണ്ടതും ഇതേ ഭരണാധികാരികളാണ്. മാരക രോഗങ്ങളാൽ വീർപ്പുമുട്ടാത്ത ആരോഗ്യമുള്ള ഒരു സമൂഹം ശാസ്ത്രത്തിന്റെ മികവിൽ നിന്നും ഉണ്ടായി വരട്ടെ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.